Hello gamers, welcome back to another episode. Spider Fighter 3 പാർട്ട് 3 ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 2 പേരെ കിട്ടി. ആൾക്കിനും കിട്ടി, ഡെഡ്പൂളും കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കിന് വീട് കഴിഞ്ഞിട്ട് ഡെഡ്പൂളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഗെയിമിലേക്ക് ഡെഡ്പൂളെ കിട്ടുന്നത്. എന്നിട്ട് അടുത്ത വീട്ടിൽ ആരെ കിട്ടണമെങ്കിൽ അറിയില്ല. അങ്ങനെയായിരിക്കും നമ്മൾ കളിക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് എൻ്റെ വീണ്ടും സബ്സ്ക്രൈബും ലൈക്കും ചെയ്താൽ എന്തായാലും ചെയ്തേക്കണേ. സൂപ്പർ ഗെയിം. കുറേ ഹാങ്ങും ലാഗൊക്കെ അടിക്കുന്നുണ്ടാവും. നിങ്ങളൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അത് ഈ ഒരു ഗെയിമിൻ്റെ പ്രോബ്ലമാണ്, എൻ്റെ പ്രോബ്ലം അല്ല. കാരണം ഇത് മൊബൈൽ വെർഷൻ ആയതുകൊണ്ടാണ്. അല്ലാതെ ചില ഗെയിംസൊക്കെ ആണ് കിട്ടുന്നത്. നമുക്കിപ്പോൾ തന്നെ അയൺമാനാണ് ഗെയിംസ്. ഓ മൈ ഗോഡ്, പറക്കാൻ പറ്റില്ല, ഞാൻ വെറുതെ ഓടി. അയൺമാൻ ഇങ്ങനെയൊക്കെ പറക്കുക, പക്ഷെ നമ്മൾ പറക്കുന്ന പോലെ അല്ല. അപ്പുറത്തെ അപ്ഗ്രേഡിലും അപ്പുറത്തെ സിറ്റി വന്നതാണ് ഗൈസ്. സ്റ്റക്കാണ് ഇപ്പോഴേ പ്രോബ്ലം ഉണ്ട്. ഓ മൈ ഗോഡ്, നല്ല പ്രോബ്ലം ഉണ്ട്. സ്റ്റക്കാവും ഇപ്പോൾ ഗൈസ്. എനിക്ക് നീക്കാനൊന്നും പറ്റുന്നില്ല ഗൈസ്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? നീ ഇടിക്കാൻ പോകാൻ ഗൈസ്. സ്റ്റക്കാണ് പ്രോബ്ലം, തീരുണ്ട്. സ്റ്റക്കാവുമല്ലോ. വന്നു ഞാൻ എത്തിയിടാ, തല്ലുകൊള്ളാനെത്തിയിടാ. ഹൾക്കും സ്പൈഡർമാനൊക്കെ വന്നു, ഡെഡ്പൂളും വന്നു. നമുക്ക് സ്പൈഡർമാൻ മതി. വാടാ. അയ്യോ, ചെന്ന് കയറിപ്പോൾ അടിയല്ലോ ഗൈസ്. എന്നാപ്പിടി പൂശി എന്നാപ്പിടി. ഡെഡ്പൂളിനെ സഹായിക്കണം, നല്ല ചത്തുകൂടാ, പാവല്ലടാ ഞാൻ. ഹൾക്കനെ എപ്പോൾ ഇടിച്ചു? ഹൾക്കും വീണു, ഞാൻ മാത്രമേ കയറും. എന്താ പറയപ്പോൾ. നമ്മളിനി എന്താ ചെയ്യണ്ടേ? സ്റ്റക്കിൻ്റെ പ്രോബ്ലം വേറെ ഉണ്ടല്ലോ. അവനടിക്കുക. ഓ, ആൾക്കും പോയി, ഞാനും പോയി, ഒക്കെ പോയല്ലോ. ഡെഡ്പൂൾ എത്താൻ കത്തിയും കൊണ്ട് വാൾ വീശിക്കൊണ്ടിരിക്കുക. എന്നാ അറിയണം നമുക്ക്? ഇതൊക്കെ സാൻഡിമാൻ്റെ ആൾക്കാരാണ്. ഞാൻ പാർട്ട് 2 തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് അറിയാമല്ലോ, സാൻഡിമാൻ്റെ ഇത്തിരി ഡേഞ്ചേഴ്സാണ് ഗൈസ്. നമുക്കിനി കുറേ പേര് അവഞ്ചേഴ്സ് ടീമിന് മൊത്തം ആൾക്കാരെ കിട്ടണം. സ്റ്റക്കായി ഗൈസ്, നാശം. സ്റ്റക്കാവുണ്ട്, പ്രോബ്ലം അതാണ്. സ്റ്റക്കാവുമല്ലോ. പൂശി നീ റീസ്റ്റാർട്ട് ചെയ്താലോ? ഒന്ന് ചെയ്യണം. ഓ മൈ ഗോഡ്. കുത്തിന്നെ. ഇതാണ് എൻ്റെ പ്രോബ്ലേ. ഇടയ്ക്ക് സ്റ്റക്കായി കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കളിക്കാനും പറ്റില്ല ഗൈസ്. അതാണ് പ്രോബ്ലം ഗൈസ്. എൻ്റെ അയൺമാൻ്റെ പാർട്ട് 2ക്ക് ഒരു വ്യൂസ് ആകും, 3 വ്യൂസ് കിട്ടില്ല, ഒരു ലൈക്ക് വരുന്നില്ല. ഈ വീഡിയോക്ക് ഒരു 10K ലൈക്ക് തരണ്ട, ഒരു 10 ലൈക്ക് എങ്കിൽ തന്നാൽ മതി. വ്യൂസ് ഒരു 1K അടിക്കണം, അത്ര ഒന്നും അടിച്ചാൽ ഗൈസ് പ്ലീസ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലാഗടി ഈ ഗെയിംസ് ആയിരുന്നത്. അപ്പോൾ നിങ്ങൾ തരണം. മിനിമീറ്റർക്ക് പാർട്ട് 2 ആകെ 59 വീഡിയോ ഇട്ടുള്ളൂ, 59 വ്യൂസ് ഇട്ടിട്ടില്ലേ. മറ്റേ 1K അടിച്ചു, കാരണം അത് 2 ദിവസം കൊണ്ട് അടിച്ചു. നിങ്ങളിപ്പോൾ 3 ദിവസമായിട്ട് 59 ആയിട്ടുള്ളൂ. വേഗം അന്ന് അടിച്ച് കയറ്റി ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഇട്ടത്. ഒരു 5K അടിച്ചാലേ അതിന് പാർട്ട് 3 ഇടുള്ളൂ. പിന്നെ ഞാൻ ക്ലാസ്സിക്കും വന്നിട്ടുണ്ട്. ഓ, ആ ചലഞ്ച് കാണുന്നില്ലല്ലോ. നമ്മുടെ ഡെഡ്പൂളിനെ കാണിച്ചു തരാം നിങ്ങൾക്ക്, കാണണമെങ്കിൽ കണ്ടോട്ടോ. സ്റ്റക്കുണ്ട്, ഡെഡ്പൂൾ സീന കണ്ടോ, അതാണ് ഡെഡ്പൂൾ. പിന്നെ സ്റ്റക്ക് ഇത് മറ്റേ രീതിയിൽ തോക്കൊക്കെ അടുത്ത് വെടിവെക്കുന്നുണ്ട്, അതും ഉണ്ട്. ഏടാ മോനെ, സ്റ്റക്ക് പോലെ പൂശിയായി. ഒരു വാൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ആ വാൾ നമുക്കെടുക്കാം. തോക്കും വാളാണ്. വാ, സൂപ്പറാണ്. എനിക്ക് ഈ മാർവലിൽ ഡെഡ്പൂളിനെയും പിന്നെ അയൺമാനെയും സ്പൈഡർമാനെയും മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. സ്പൈഡർമാൻ മാത്രമല്ല, സൂപ്പർമാന്, ആരൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ. ചേട്ടനാണെങ്കിൽ ഇത്ര പോകാം. സൂപ്പർമാന് സോംബീസായിട്ട് ജയിച്ചേക്കും, ഡെഡ്പൂളും ജയിക്കും. അങ്ങനെ ഡെഡ്പൂളിൽ എല്ലാ ആയുധങ്ങളും എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാൻ ആളാണ്.
റീസ്റ്റാർട്ട് അടിച്ചിട്ട് മടുത്തു. അങ്ങനത്തെ ഒരാളിൽ കൂടെ ആളെ തോൽപ്പിക്കാൻ ഒരു സോംബിക്കല്ല ഒരാൾക്കൊരും പറ്റില്ല. വോൾവറേൻ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം അവനാകെ അവൻ്റെ കയ്യിൽ വരുന്ന ആ സൂചി പോലത്തെ സാധനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുത്തുമ്പോഴേക്കും സോംബി കടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഡെഡ്പൂൾ അങ്ങനെയല്ല. നല്ല 2 വാളും ഒരു തോക്കും ബോംബ് എല്ലാ ആയുധങ്ങളും അവൻ്റെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ അവന് പെട്ടെന്ന് അവനെ തീർക്കാനും പെട്ടെന്ന് അവനെ കാണാതെ പോകാൻ സ്പീഡും ഉണ്ട്. അതിൻ്റെ അത്ര സ്പീഡും ഉള്ളതുകൊണ്ട് അവനെ സോംബിക്കിനെ കൊല്ലാൻ പറ്റും. സൂപ്പർമാൻ അങ്ങനെയല്ല. അവൻ്റെ കണ്ണിൽ കൂടി വരുന്ന ഒരു പവർ കാരണം അവനെല്ലാവരുടെയും തല വെട്ടിക്കളയാൻ പറ്റും. പിന്നെ അവന് പെട്ടെന്ന് പറക്കാം, പെട്ടെന്ന് പോകാൻ പറ്റുന്നുണ്ട്. അത് തോൽപ്പിക്കാൻ പറ്റും. അയൺമാൻ്റെ കാര്യം എനിക്ക് അറിയില്ല. ചിലപ്പോൾ സോംബി കടിക്കും. കാരണം അയൺമാൻ സൂട്ട് ഇട്ടിട്ട് അയൺമാൻ പവർ യൂസ് ചെയ്യുമ്പോഴേക്കും കടിച്ചിട്ടുണ്ടാവും. അത് പതുക്കെയാണല്ലോ. അത് കാരണം സ്പൈഡർമാൻ മോന്തയ്ക്ക് വില ഇട്ടാൽ മതി. എന്നിട്ട് പറക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സ്പൈഡർമാന് ആകെ വലുതാൻ മാത്രമേ പറ്റുള്ളൂ. ഏറ്റവും സൂപ്പർ ഹീറോസ് ഡെഡ്പൂൾ സൂപ്പർമാൻ ഒക്കെയാണ്. ക്യാപ്റ്റൻ അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു ഗണ്ണും ഉണ്ട്, പിന്നെ ഒരു ഷീൽഡും ഉണ്ട്. ഷീൽഡും കൊണ്ട് ഒരു പണിയും നടക്കില്ല. ഗണ്ണാണെങ്കിൽ ആകെ റിവോൾവറാണ്. അതാണെങ്കിൽ ടഹാൻ അത്രേ ഉള്ളൂ. പിന്നെ ഈശി പൂശിയോ. അതാണ് ഇത്രയാണ് ഈ പരിപാടി. അപ്പോൾ 5 മിനിറ്റ് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം കുറേ സ്റ്റക്കുള്ളത് കൊണ്ടാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ കാണുന്ന ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി ഇതേപോലത്തെ